ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 12ാമത്തെ ചാപ്റ്റർ, അതായത് ഈ വർഷത്തെ അവസാനത്തെ ചാപ്റ്ററാണ് ടെക്സ്റ്റ് ബുക്കിലെ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഈശോയുടെ സ്വർഗാരോഹണത്തെ കുറിച്ചാണ്, അതായത് അവസാനം. കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ എന്താ പഠിച്ചത്? ഈശോയുടെ മരണത്തെക്കുറിച്ച് പഠിച്ചു, ഉയർപ്പിനെ കുറിച്ച് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ഈശോ സ്വർഗത്തിലേക്ക് പോയതാണ്, ഈശോയുടെ സ്വർഗാരോഹണം. അപ്പൊ നമുക്ക് എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ കൂപ്പിപ്പിടിച്ച് ചൊല്ലണം കേട്ടോ, ഉച്ചത്തില്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പറഞ്ഞോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവസാനത്തെ ചാപ്റ്റർ ആണ്, അതായത് 12ാമത്തെ ചാപ്റ്റർ ഈശോയുടെ സ്വർഗാരോഹണം. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ ഏറ്റവും അവസാനം ഒരു കൊച്ചു വിശുദ്ധയുടെ കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, അതും കൂടി നമ്മളൊന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം പറയുന്നത് ചാപ്റ്ററിന്റെ പേരാണ്. എന്താണ് 12ാമത്തെ ചാപ്റ്ററിന്റെ പേര്? ഈശോയുടെ സ്വർഗാരോഹണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചത് ഈശോ ഉയർത്തെഴുന്നേറ്റ കാര്യങ്ങളാണ് അല്ലെ. ഇനി ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷനായി, എന്നിട്ട് ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നു ഓരോ തവണയും. പിന്നീട് എന്ത് പറ്റിയും ഈശോയുടെ ഉയർപ്പിന് ശേഷം 40ാമത്തെ ദിവസമായപ്പോൾ ഈശോ എന്ത് ചെയ്തു? തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും കൂട്ടിയിട്ട് എവിടെ പോയി? ഒരു ഒലിവ് മലയിലേക്ക് പോയി. എന്നിട്ട് ഒലിവ് മലയുടെ മുകളിൽ ചെന്ന് നിന്നു. അത് ശിഷ്യന്മാരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്, നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു രക്ഷകനെ നൽകും, അല്ലെങ്കിൽ ഒരു സഹായകനെ നൽകും. രക്ഷകനല്ല, ഒരു സഹായകനെ നൽകുമെന്ന് പറഞ്ഞു, ഈശോ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആ സഹായകന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു ഈശോ? ഞാനിപ്പോ പോവാൻ പോവുകയാണ് പിതാവിന്റെ അടുത്തേക്ക്, നിങ്ങൾ എല്ലാവരും ആ സഹായകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങണമെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? വലിയൊരു മേഘം വന്നു. മേഘം വന്നിട്ട് ഒരു വെള്ള കളറിൽ വലിയ മേഘം വന്നിട്ട് എന്ത് ചെയ്തു? ഈശോനെ ശിഷ്യന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കളഞ്ഞു. എന്നിട്ട് ആ മേഘം എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് ഈശോയെയും കൊണ്ട് ആരോഹണം ചെയ്തു പോയി. അപ്പോൾ ഈ ശിഷ്യന്മാരെല്ലാവരും ഈശോ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി ആ ഒലിവ് മലയിലെ ഏറ്റവും മുകളിൽ ചെന്നിട്ട് മേളിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് അറിയാമോ? അവിടെ 2 ദൂതന്മാര് പ്രത്യക്ഷപ്പെട്ടു. അതായത് 2 മാലാഖമാര്, വെള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് 2 മാലാഖമാര് അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവര് മേളിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരോട് എന്ത് പറഞ്ഞു എന്നറിയാമോ? ഈശോ മുകളിലോട്ട് പോയതുപോലെ തന്നെ വീണ്ടും 2ാമത്തെ വരവ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ അത് കേട്ട് അവിടെ നിൽക്കുമായിരുന്നു. അതാണ് എന്ത് ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സന്ദർഭം. ഓക്കെ, അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്കൊരു സഹായകനെ തരുമെന്നാ പറഞ്ഞത്. ഈശോ പറഞ്ഞ അല്ലെങ്കിൽ ഈശോ വാഗ്ദാനം ചെയ്ത സഹായകൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? ആരായിരിക്കും? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. പരിശുദ്ധാത്മാവിനെയാണ് ഈശോ ശിഷ്യന്മാർക്കായിട്ട് വാഗ്ദാനം ചെയ്തത്. പരിശുദ്ധാത്മാവിനെ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈശോ ഉയർത്തതിന് ശേഷം 40ാമത്തെ ദിവസമാണ് സ്വർഗത്തിലേക്ക്, അതായത് പിതാവിന്റെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് യാത്രയായത്. 40ാമത്തെ ദിവസം. അതിനുശേഷമാണ് ഈശോ സഹായകനെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറ്റിയെന്ന് അറിയാമോ? ഈശോ അവിടെ ചെന്നിട്ട് പിതാവിന്റെ വലതുഭാഗത്താണ് ഈശോ ഉപവിഷ്ടനായത്. വലതുഭാഗത്ത്, അതായത് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് പുത്രനായ ദൈവം ഉപവിഷ്ടനായി. അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഈശോ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈശോ എന്ത് ചെയ്തു? ഈശോ നേരത്തെ ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന പരിശുദ്ധാത്മാവിനെ അവരുടെ മേലിലോട്ട് അയച്ചു. ആ കഥ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാവോ? ഈശോ പറഞ്ഞതനുസരിച്ച് എന്ത് ചെയ്യുമായിരുന്നു? മാതാവും ഒപ്പം ശിഷ്യന്മാരും എല്ലാവരും കൂടിയിട്ട് സെഹിയോൻ മാളിക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സമ്മേളിച്ചിരിക്കുമായിരുന്നു. അവിടെ എന്ത് പറ്റിയെന്നറിയാമോ? അവര് ഈശോ വാഗ്ദാനം ചെയ്ത സഹായകനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഈശോ സ്വർഗത്തിലോട്ട് പോയിട്ട് 10ാമത്തെ ദിവസമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റിയെന്നറിയാവോ? പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് ഈശോ അവരുടെ അടുത്തേക്ക് വർഷിച്ചു. എങ്ങനെയാണെന്നറിയാവോ? തീനാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ശിഷ്യന്മാരുടെയും അവിടെ സമ്മേളിച്ചിരുന്ന മാതാവിൻ്റെയൊക്കെ തലയുടെ മുകളിൽ ഇങ്ങനെ വന്നു നിന്നു. തീനാവുകളുടെ രൂപത്തിൽ. നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലേ? തീനാവ്, അതായത് ആ മെഴുകുതിരിയുടെ നാളം നിൽക്കുന്നത്. അതേപോലെ വലിയ തീനാവുകളുടെ രൂപത്തിലാണ് ശിഷ്യന്മാരുടെയും പരിശുദ്ധ മാതാവിൻ്റെയും ഒക്കെ മേലില് ആര് വന്നത്? പരിശുദ്ധാത്മാവ് വന്നത്. അതായത് ഈശോ വാഗ്ദാനം ചെയ്ത സഹായകം വന്നത്. അപ്പോൾ ഈശോ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മുതൽ ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താണ്? തങ്ങളുടെ രക്ഷകൻ പോയല്ലേ സ്വർഗത്തിലോട്ട്, ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണേന്നൊന്നും ശിഷ്യന്മാർക്ക് അറിയാൻ പാടില്ല. അപ്പൊ അവര് ഭയങ്കര പേടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, എന്നാലും അവര് പേടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു? അവിടെ സമ്മേളിച്ചിരുന്ന സഹായകൻ, ഈശോ പറഞ്ഞ സഹായകൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ പേടിയൊക്കെ പോയി. ഇവര് ഭയങ്കരമായിട്ടും ധൈര്യം പ്രാപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈശോയുടെ സുവിശേഷം എല്ലാവരുടെ അടുത്തും പ്രഘോഷിച്ചു. പത്രോസാണ് ഈശോയുടെ ശിഷ്യന്മാരുടെ നമ്മൾ പറയുന്ന പ്രമുഖൻ. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് ഈശോയുടെ സുവിശേഷം അവിടെ കൂടിയിരുന്ന എല്ലാ ജനങ്ങളോടും പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സഹായകനാണ് അല്ലെ, ശക്തിയാണല്ലേ പരിശുദ്ധാത്മാവ്. അപ്പൊ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്നറിയാവോ? വന്ന ഇവര് സമ്മേളിച്ചിരുന്ന ബിൽഡിങ് അല്ലെങ്കിൽ ഒരു റൂമിന്റെ അവിടെ എന്താ പറ്റിയെന്നറിയാവോ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ കുലുങ്ങി. അപ്പോൾ ആളുകളൊക്കെ പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ മാത്രം ഇങ്ങനെ കുലുക്കം വരുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നപ്പോഴത്തേക്ക്. അപ്പോഴാണ് ആളുകളെല്ലാം ഇവരിരുന്ന സ്ഥലത്ത് ഇങ്ങനെ കൂടി വന്നു, എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മാളികയുടെ സെഹിയോൻ മാളികയുടെ പുറത്തേക്ക് വന്നിട്ട് എല്ലാവരോടായിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച ഈശോ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരുന്നു, ഞങ്ങൾ അത് പ്രാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഈശോന്റെ സുവിശേഷം എല്ലാവരോടും പ്രഖ്യാപിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഈശോയുടെ സ്വർഗാരോപണം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം. പിന്നെ എത്രാമത്തെ ദിവസമാണ് ഈശോ സ്വർഗത്തിലേക്ക് പിതാവിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തതെന്ന് പഠിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് ഈശോ കൊടുത്തത് എപ്പോഴായിരുന്നു, എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നുള്ളതും പഠിക്കണം. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത്രയുമുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ദൈവരാജ്യ പ്രഖ്യാപനമാണ് ശിഷ്യന്മാർ നടത്തിയത്. അപ്പോൾ ദൈവരാജ്യത്തിലും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വളരണം. പുണ്യങ്ങളും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യത്തിലൂന്നിയ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. You will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. Go into the world and preach the gospel to all creation. Wake up, all of you. Wake. Come. What are we doing? We're praying. Our Father in heaven, hallowed be your name. Your kingdom come. Your will be done on earth as it is in heaven.
Give us today our daily bread. Our Father who art in heaven, hallowed be your name. Your kingdom come, your will be done. Give us today our daily bread, and forgive us our debts, as we have also forgiven our debtors, and lead us not into temptation, but deliver us from evil. Our Father, hallowed be your name. Your kingdom come, your will be done on earth as it is in heaven. Give us today our Galapir Arjuna. Ishmael. Caiaphas, Seminta. Now we can leave this place. Now spread his word. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനം ആരെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്? വിശുദ്ധ കൊച്ചുത്രേസ്യയെ കുറിച്ച്. അപ്പോൾ ഈശോയുടെ ചെറുപുഷ്പമാകാനാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തിക്ക് ചെറുപ്പം മുതലേ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും വിശുദ്ധ കൊച്ചുത്രേസ്യയെ ചെറുപുഷ്പം എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? ഇനി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് വിശുദ്ധയുടെ ജീവിതത്തിലൂടെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ചെറുതാക്കി ആ ചാപ്റ്ററിന്റെ അവസാനം തന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മിസ് ചെറുതാക്കി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം പറയുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ എവിടെയാണ് ജനിച്ചതെന്നാണ്. അതായത് എവിടെയാണ് ജനിച്ചത്? അലൻസോണ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തി ജനിച്ചത്. കൊച്ചുത്രേസ്യ പുണ്യാളത്തിക്ക് 4 സഹോദരിമാരുണ്ടായിരുന്നു. അതായത് 4 ചേച്ചിമാര്, അനിയത്തി ആയിരുന്നു കൊച്ചുത്രേസ്യ പുണ്യവതി. ആ 4 പേരും തങ്ങളുടെ മാതാപിതാക്കള് നല്ല വഴിയിൽ കൂടി നടത്തിയത് കാരണം അവരെല്ലാവരും ആരായി? കന്യാസ്ത്രീകളായി. അതായത് കൊച്ചുത്രേസ്യ പുണ്യവതി അടക്കം 5 പേരും കന്യാസ്ത്രീകളായി. ഇതിൽ കൊച്ചുത്രേസ്യ പുണ്യാളത്തിയാണ് വിശുദ്ധ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കണേന്ന് അറിയാമോ? കൊച്ചുത്രേസ്യ പുണ്യാളത്തി മഠത്തിലൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും, അതായത് വലിയ വലിയ മദർ സുപ്പീരിയർമാർ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊച്ചുത്രേസ്യ പുണ്യാളത്തി എന്ത് ചെയ്തു? നല്ല മനസ്സോടുകൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് അത് ചെയ്യാൻ ആരംഭിച്ചു. അതായത് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല അങ്ങനെയൊന്നും പറയൂല, എന്ത് കൊടുത്താലും അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് അറിയാമോ? കൊച്ചുത്രേസ്യ പുണ്യാളത്തിക്ക് അസുഖം വന്നു, രോഗബാധിതയായി പോയി. എന്നിട്ട് 24ാമത്തെ വയസ്സിലാണ് എന്ത് പറ്റിയത്? സ്വർഗത്തിലോട്ട് കൊച്ചുത്രേസ്യ പുണ്യാളത്തി പോയത്. അതായത് മരിച്ചുപോയത് 24ാമത്തെ വയസ്സിലാണ്. പിന്നീട് കൊച്ചുത്രേസ്യ പുണ്യാളത്തി എന്ത് ചെയ്തു? വിശുദ്ധയായിട്ടൊക്കെ പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് അതൊക്കെ ചെറുതായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 12ാമത്തെ ചാപ്റ്ററും പിന്നെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവചരിത്രം പോലെ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇനി അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഈ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാം കഴിഞ്ഞു. ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തു. പകുതി ചാപ്റ്റേഴ്സ്, അതായത് 6ാമത്തെ ചാപ്റ്റർ വരെയുള്ളത് നമ്മൾ നേരത്തെ എക്സാമിൽ ചെയ്തായിരുന്നു അല്ലെ, പഠിച്ചു, നിങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റേഴ്സ്, അതായത് 7ാമത്തെ ചാപ്റ്റർ മുതൽ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അവിടം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇനി പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്നാ എക്സാം എന്നറിയാമോ? അടുത്ത ഞായറാഴ്ച, അതായത് 28ാം തീയതിയാണ് നിങ്ങൾക്ക് വേദപാഠ പരീക്ഷ. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആയിരിക്കും. ഗൂഗിൾ മീറ്റിൽ കൂടി മിസ് ഒരു ലിങ്ക് വിടുമ്പോഴത്തേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് കയറിയിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ പറയണം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതി തന്നെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരാഴ്ച മുന്നേ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ 7ാമത്തെ ചാപ്റ്റർ മുതൽ ഈ ലാസ്റ്റ് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ചാപ്റ്റർ വരെയുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതായത് മിസ് തന്നേക്കുന്ന ടാസ്കുകളിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഒരു കൊല്ലം നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ ക്ലാസ് ഒക്കെ കൂടി കംപ്ലീറ്റ് ചെയ്തല്ലേ. പിന്നെ നിങ്ങളോട് അസൈൻമെന്റ്സ് ഒക്കെ എഴുതാൻ പറഞ്ഞു, അതായത് ടാസ്കുകളൊക്കെ എഴുതാൻ പറഞ്ഞു. ഒത്തിരി പേര് നന്നായിട്ടൊക്കെ ചെയ്ത് അയച്ചു. അവർക്ക്
അവർക്കൊക്കെ ഒരു നല്ല കയ്യടി കേട്ടോ. നന്നായിട്ടൊക്കെ ചെയ്ത് വെച്ചു, അതായത് മിസ് പ്രതീക്ഷിച്ചതിലും നന്നായിട്ട്, വളരെ നന്നായിട്ടൊക്കെ ചെയ്ത് വെച്ചു. കുറച്ച് പേര് മാത്രമാണ് അത് കുറച്ചൊക്കെ ചെയ്തു, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കളഞ്ഞു, പിന്നെ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിൻ്റെ ഒക്കെ കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ ചെയ്യാത്ത ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ചെയ്തിട്ട് മിസ്സുമാർക്ക് അയച്ചു തരണം. കാരണം നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് ഇടാൻ നേരത്ത് അതിൽ നിന്നൊക്കെ നോക്കും. നമുക്ക് വേറെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ചെയ്തു തന്ന ടാസ്കിൽ നിന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി കൃത്യമായിട്ട് പഠിക്കുക. 7ാമത്തെ ചാപ്റ്റർ മുതൽ 12ാമത്തെ ചാപ്റ്റർ വരെയാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത്. അടുത്ത സൺഡേ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മിസ് ഒന്നും കൂടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ പറയാം. അപ്പോൾ അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ പാരൻസിനോട് പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് തന്നേക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ട് ആൻസേഴ്സ് പറയണം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇനി പരീക്ഷയായിരിക്കും വരുന്നത്. അപ്പോൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈ കുപ്പി പിടിച്ചിട്ട് ഒച്ചത്തിൽ ചൊല്ലണം കേട്ടോ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നന്നായിട്ട് പഠിക്കുക, പ്രാർത്ഥിക്കുക. ഈശോനോടും പരിശുദ്ധാത്മാവിനോടും മാതാവിനോടൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പരീക്ഷയ്ക്കായിട്ട് നന്നായിട്ട് ഒരുങ്ങുക. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.